നമ്മളങ്ങനെ വീണ്ടും മുതുമല ടൈഗർ റിസർവിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് മന്തും ഇവിടെ വന്നിരുന്നു. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാനുള്ള കാരണം ഇവിടുത്തെ സൈറ്റിങ്ങും ക്ലൈമറ്റും ഒക്കെയാണ്. രാവിലെ തന്നെ കോടയിൽ മുങ്ങി നിൽക്കുന്ന മുതുമല ഫോറസ്റ്റാണ് നമ്മളീ കാണുന്നത്. ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ കോട മുങ്ങി നിൽക്കും. ഉച്ച കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ കോടയായിരിക്കും. ഉച്ച സമയത്ത് മാത്രമാണ് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ആനിമൽ സൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൈറ്റിംഗ് ഉണ്ട്. ആനകളൊക്കെ റോഡിന് അരികിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റിയിട്ട് ഇത്തവണ വന്നപ്പോൾ. നമ്മൾ ആ ഒരു മുതുമല ഗേറ്റ് കടന്നപ്പോൾ തന്നെ കണ്ട ഒരു കൊമ്പനാണിത്. ഇന്നലെ വൈകുന്നേരം മൊത്തം ഇവനോട് വണ്ടിക്കാരൊക്കെ ഓടിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ഓടിക്കാനുള്ള മൂടൊക്കെ പോയിന്ന് തോന്നുന്നു. ആശാന്തി റോഡ് സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കായിരുന്നു. വലിയ രീതിയിൽ ഓടിപ്പിക്കലൊന്നുമില്ല. എന്തായാലും നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി. രാവിലെ ഇങ്ങനെ കോടമഞ്ഞിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്നതുകൊണ്ട് വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, എല്ലാ മൃഗങ്ങളും റോഡ് സൈഡിൽ തന്നെയാണ് മിക്കതും വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആനനെ കാണാൻ പറ്റിയിരിക്കുകയാണ്. ഇവർ 2 പേരുണ്ടായിരുന്നു. 2 പേരിനും റോഡിനോട് ചേർന്ന് തന്നെ വന്ന് നിന്ന് പുല്ലൊക്കെ തിന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്ന എപ്പോഴും കാണുന്നത് ഈ മാനുകളെയാണ്. ഇത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ മാനുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇവരെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഈ ആക്ടിവിറ്റിയൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ചില സമയത്ത് ഇതുപോലെ ഒരുമിച്ചൊക്കെ ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഇവരിങ്ങനെ കൂട്ടായിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ. ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് വണ്ടി നിർത്തി കൊടുത്താൽ മതി, അവർ ഈസി ആയിട്ട് അങ്ങോട്ട് കടന്നു പോയിക്കോളും. പക്ഷെ ചില ആളുകൾക്കൊന്നും തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് അവർക്ക് മൃഗങ്ങൾ കടന്നു പോകുന്നതിന് മുന്നേ തന്നെ കടന്നു പോകണം. അല്ല, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പോയിട്ട് ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കാം. നമ്മളെന്തായാലും ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവരൊക്കെ കടന്നു പോയതിന് ശേഷം മാത്രമാട്ടോ കടന്നു പോയത്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റി. ഈ മുതുമല മസനഗുഡി റൂട്ടിൽ വെറുതെ ഒന്ന് റൈഡ് ചെയ്താൽ പോലും ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സഫാരി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ തന്നെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പറഞ്ഞിരിക്കുകയല്ല, നമ്മൾ വീണ്ടും കണ്ടത് വേറൊരു ആനക്കൂട്ടത്തെയാണ്. ഇത് ഇത്തിരി കൂടുതൽ ആനകളുണ്ട്, എല്ലാം പിടിയാനകളാണ്. അപ്പോൾ എല്ലാവരും റോഡ് സൈഡിൽ നിന്ന് മണ്ണൊക്കെ വാരി ദേഹത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ ആയതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് കൂടുതലും പിടിയാനകളെയാണ് കണ്ടത്. നൈറ്റ് വന്ന ടൈമിൽ 1-2 കൊമ്പന്മാരെയും കണ്ടിരുന്നു. ഇവിടുത്തെ കൊമ്പന്മാരൊന്നും നിസ്സാരക്കാരല്ല, നല്ല അസൽ കൊമ്പന്മാർ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കൊമ്പന്മാർക്കൊക്കെ തീരെ ചെറിയ കൊമ്പുകളാണല്ലോ. പക്ഷേ ഇവിടുത്തെ കൊമ്പന്മാരുടെ കൊമ്പൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുതുമല വന്നിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റേ ചെയ്തിട്ട് ഒരു റോഡ് ട്രിപ്പ് സ്വന്തം വണ്ടിയിൽ തന്നെ നടത്തിയാൽ മതി. നമുക്ക് ഇതുപോലുള്ള ഇഷ്ടം പോലുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മസനഗുഡി റൂട്ടിലാണ്. അപ്പോൾ അവിടെ പീലിയൊക്കെ വിരിച്ച് ഒരുത്തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു കാഴ്ച നമ്മൾ 2-3 സ്ഥലത്ത് കണ്ടിരുന്നു കേട്ടോ. അതായത് മസനഗുഡി ചെക്ക് പോസ്റ്റിൽ കണ്ട മറ്റൊരു മയിലിൻ്റെ കൂട്ടാണ്. അതും ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി അത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഫുൾ കാഴ്ചകളുടെ ബഹളം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി. പോരാത്തതിന് ഇന്നെൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇന്നത്തെ ദിവസം കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല സന്തോഷം തോന്നി. അല്ലെങ്കിലും മുതുമല യാത്ര എന്നെ ഇതുവരെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരു കാഴ്ച അല്ലെങ്കിൽ മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് റോഡ് സൈഡിൽ നമ്മൾ ഇതുവരെ കാണാൻ ആഗ്രഹിച്ച ഒരാളത് തൊട്ടടുത്ത് കണ്ടത്. ആദ്യമായിട്ടാണ് ഇത്ര തൊട്ടടുത്ത് ഒരു കരടിയെ ഞാൻ കാണുന്നത്. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വളരെ ദൂരത്താണ് ഇതിനെ കണ്ടത്. അതും വളരെ കുറച്ച് നേരം മാത്രമാണ് ഒന്ന് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ വന്ന് നിന്ന് ആളെന്തൊക്കെയോ തീറ്റയൊക്കെ തപ്പി അങ്ങനെ നടക്കുമായിരുന്നു. ഒരു കാട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കരടീനെയാണെന്നാണ് എല്ലാവരും പറയുക. അങ്ങനെ ഞാനും അങ്ങനെ ഒരു കരടിയെ കണ്ടെത്തിയേക്കാണ്. ഇവൻ്റെ സ്വഭാവത്തെപ്പറ്റി നമ്മൾ കേട്ട് മാത്രമേ അറിവുള്ളൂ. അത്രയ്ക്ക് കലിപ്പനാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇവനെ നോക്കി നിന്നത് തന്നെ. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരാളെപ്പോലും മൈൻഡ് ചെയ്യാതെ അവൻ തീറ്റയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുകയാണ്. നമ്മുടെ അരികിൽ കൂടെ ആട്ടോ ഇപ്പോൾ അവൻ അങ്ങ് നടന്നു പോകുന്നത്. പക്ഷെ നമ്മളൊന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല. ആളെന്തൊക്കെയോ തപ്പി തപ്പി അങ്ങ് നടന്നു പോവുക. ആദ്യം നമ്മൾ പേടി കൊണ്ട് ഒന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ നമുക്കിവനെ ഇനി എപ്പോഴാണ് കാണാൻ പറ്റാമെന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഒരുപാട് നാൾ ഇവനെ കാണാൻ ആഗ്രഹിച്ചു വന്നതുകൊണ്ടാണ് തോന്നുന്നു ആളിതേ റോഡിലൊക്കെ കയറിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളെപ്പോഴും ആനയുടെ റോഡ് ക്രോസിംഗ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് കരടിയുടെ റോഡ് ക്രോസിംഗ് ഒക്കെ കാണുന്നത്. അതുമാത്രമല്ല, ഇന്ന് ജീപ്പ് സഫാരി എടുത്ത എല്ലാ ആളുകൾക്കും ഇവനെ കാണാൻ നല്ല ഭാഗ്യമുണ്ടായി.
കാരണം ഇവൻ കുറേ നേരം റോഡിനരികിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ജീപ്പ് പാർക്കൊക്കെ ഇവനെ കാണാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ നമ്മുടെ മുതുമല യാത്രയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൊട്ടടുത്ത് ഈ ഒരു കരടിയെ കാണാൻ ഭാഗ്യം ലഭിച്ചത്. മസനഗുഡി റൂട്ടിലാണല്ലോ നമുക്ക് ഈ ഒരു സൈറ്റിംഗ് കിട്ടിയത്. പിന്നെ നമ്മളിവിടെ എപ്പോൾ വന്നാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്താണ് നമ്മുടെ ഈ ഒരു സന്തോഷ്. അപ്പോൾ ഇവൻ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടേക്ക് വരാൻ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. എന്തായാലും നമ്മുടെ ഇത്തവണത്തെ മുതുമല മസനഗുഡി യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിവിടെ 2 ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത്. നമ്മൾ ഓരോ തവണ ഇവിടുന്ന് മടങ്ങുമ്പോഴും നമുക്ക് ഈ ഒരു സ്ഥലത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടിയാണ് വരുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.